നീ എന്ത് പരിപാടി കാണിക്കണേ? എന്ത് പരിപാടി കാണിക്കും? കാരണം ഒരാളെ പാടിക്കൊണ്ടിരിക്കുമ്പോ ഡാൻസ് കളിക്കാൻ കളിക്കും. ഞാൻ പാടുന്നുള്ള ഞാൻ കുഴപ്പമില്ല, വിട്ടേ. ആണോ? കുഴപ്പമില്ല, അറിയാതാ. അല്ല, ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന ഡാൻസ് കുഴപ്പമില്ലെന്ന് വിട്ടേക്ക്. പ്രശ്നമല്ല. പുള്ളി ഞാൻ പാട്ട് തുടങ്ങിയപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് കയറി. പിന്നെ മിമിക്രി ചെയ്തപ്പോ പക്ഷേ പുള്ളി ഇടയ്ക്ക് ഒരു കൂട്ടം ഒരു ഉണ്ടാക്കുന്നത്. അത് വിട്ടേര്. പുള്ളി ഒരു ഷൈൻ ചെയ്യും. പക്വത കുറവാണ്. പക്വത കുറവെന്നല്ല പറഞ്ഞത്. ഞാൻ പാട്ട് പാടിക്കൊണ്ട് അപ്പൊ പുള്ളി ഇടയ്ക്ക് പറയാം ഞാനങ്ങ് പാടാണ്. ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കാൻ മനസ്സിലായി. പുള്ളി മിമിക്രി ചെയ്യുമ്പോ താനെ ഇടയിൽ കയറുക. അത് ശരിയല്ല, ശരിയല്ല. പുള്ളി കയറിയിട്ട് വേറെ സൗണ്ട് തോമാന്നൊക്കെ പറഞ്ഞുണ്ടാക്കണം. ഇടയിൽ കയറി. അപ്പൊ നിങ്ങള് നമുക്കൊരു ചാൻസ് തന്നല്ലോ അല്ലെ? ഞാൻ ചോദിച്ചു നിങ്ങളുടെ പേജിൽ ഒരു മിമിക്രി ഇടുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കി പലരുടെ വിളിക്കും ഓക്കെ എന്ന് പറഞ്ഞു. അത് ഞാൻ പാടിക്കൊണ്ടു പുള്ളി കയറിയിട്ട് ഭയങ്കര ഷൈൻ. കുഴപ്പമില്ലെന്ന് വിട്ടെ. അപ്പോ അഭിലാഷ് ആട്ടായി, താങ്കളുടെ ഒരുപാട് ആട്ടായം ഇത് ഗോതമ്പ് മാവുമല്ലോ ആണോ ഇനി? അത് സ്ഥലപ്പേരാണോ? സ്ഥലപ്പേരാണ്. മൂവാറ്റുള്ള സ്ഥലത്തിന്റെ പേരാണ് ആട്ടായം. താങ്കൾ ഒരുപാട് മിമിക്രി പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ടിവിയിലേക്ക് കണ്ടിട്ടുണ്ട്. നമുക്ക് വേണ്ടിട്ട് ഒരു 2 സൗണ്ട് അനുകരിക്കാവോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ അദ്ദേഹം പറയുന്നത്, നമ്മുടെ ഫ്രണ്ട് പറയുന്നത് കുറച്ച് മിമിക്രി ചെയ്യണമെന്നാണ്. ഭയങ്കര ഗൗരവം എന്താണെന്നറിയില്ല. ആക്ഷൻ മൂഡിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരു ഇതിലാണ്. പരിപ്പാണോ? ആ പരിപ്പാണെന്ന് എനിക്കല്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ജനാർദ്ദൻ ചേട്ടന്റെ സൗണ്ട് ചെയ്യാം. ജനാർദ്ദൻ ചേട്ടന്റെ സൗണ്ട് ചെയ്യാം. എന്റെ പൊന്നു പേര് ഇന്ദ്രൻസിന്റെ ഒന്നല്ല, ഇവിടെ ജനാർദ്ദൻ ചേട്ടൻ അത് ചെയ്യട്ടെ, നോക്കട്ടെ. അച്യുതാനന്ദ സൗണ്ട് അല്ല ഇത്, ജനാർദ്ദൻ ചെയ്യട്ടെ. അല്ലനാ അത് ചെയ്യട്ടെ, ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യട്ടെ. ജനാർദ്ദന്റെ സൗണ്ട്. അപ്പൊ ജനാർദ്ദൻ ചേട്ടന്റെ ഒരു പഴയ ഒരു വോയിസ്, അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അനിയൻ ബാബ ചേട്ടൻ ബാബ എന്ന സിനിമയിലെ ഒരു ഇല്ല മാനർമത്തായി സ്പീക്കിംഗ് ആണ് കേട്ടത്. അനിയൻ ബാബ ചേട്ടൻ ബാബ കേട്ടിട്ടില്ല. അപ്പൊ അനിയൻ ബാബ ചേട്ടൻ ബാബില് ലാസ്റ്റ് ഒരു സ്റ്റെൻഡ് കിടക്കുന്നുണ്ട്. അപ്പൊ അതില് കുറച്ച് ഒരു പിസ്റ്റലടി ഇറങ്ങുമ്പോ അടിയാണ്. ആ ഒരു സംഭവം ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. എടാ കൊടക്കമ്പി, അനിയൻ ബാബയും ചേട്ടൻ ബാബയും എത്തിക്കഴിഞ്ഞാ ഞാനൊരു പിസ്റ്റലൊക്കെ അടിക്കും. പിസ്റ്റലടി തുടങ്ങിയാ പിന്നെ അടിയോട് അടിയായിരിക്കണം കേട്ടോടാ കൊടക്കമ്പി. അതെ, അനിയൻ ബാബയും ചേട്ടൻ ബാബയും ഒന്നു പിസ്റ്റലടി തുടങ്ങട്ടെ. ഏത് തട്ടിയാടാ പിസ്റ്റൽ അടിച്ചത്? അടിക്കടാ അവനെ. എന്റെ കാല് പോയേ. അയ്യോ പോസിറ്റീവല്ലോ. നീ നെഗറ്റീവ് അടിക്കണോ? ആണോ? ആ ശരി. അടുത്ത ഞാൻ വേറെ ജാവ സിമ്പിൾ അല്ല, ഓംലെറ്റ് ഫുള്ളാണ്. അതെ, ഒരു 2 ഡബിള് രാജുവേട്ടൻ പണിക്ക് പോയിക്കുമല്ലേ? എന്റെ പൊന്നടാ, ഞാൻ അടുത്ത് വേറെ സൗണ്ട് ചെയ്യട്ടെ ചേട്ടാ. നമ്മുടെ മാമുക്കോയക്കാനും ചെയ്യാം. മാമുക്കോയ ദിലീപന്റെ പടം പവി കേട്ടുകൾ കാണുമെന്ന് പറയാൻ പറ്റുമോ? അത് പറയാം. എന്റെ പൊന്നു പിള്ളേരെ, ഒരു സിനിമ ഇപ്പൊ കണ്ട് ചിരിച്ച് മനുഷ്യന് ഊപ്പാട് തീർന്നു. ഒരു പട്ടിയും അതുപോലെ തന്നെ ദിലീപും കൂടി കിടന്ന് കാണിക്കണം കോപ്രായം കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ കൂട്ടുകാരൻ ബ്രൈറ്റൊക്കെ ചിരിച്ച് വീണ് കിടന്ന് ചിരിച്ചു. അതുപോലത്തെ പെർഫോമൻസ് ആയിരുന്നു. ഇനി പെരേരാന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുണ്ടിൻ്റെ അടിയിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുക. എന്താ പെരേരെന്ന് വെച്ച് പറയാണ്, ഞാൻ ചിരിച്ച് വീണ് കാട്ടാന്ന്. അതുപോലത്തെ സിനിമയാണ്. എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണാം. ഈ സിനിമയെക്കുറിച്ച് മാമുക്ക 2 പാട്ട്. ദിലീപിന്റെ പാട്ട് സിനിമയാണ്, നല്ല പടമാണ്, കുറച്ച് നായികമാര് മലയാള സിനിമയ്ക്ക് വന്നതാണ്. എല്ലാവരും പോയി കാണുക. ഇത് നമ്മുടെ കലാഭവൻ ചേട്ടൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ദിലീപേട്ടനെ കണ്ടിട്ട് ദിലീപിന്റെ പടം നല്ലതാണെന്ന് പറയുന്നത്. ഇതാരുടെ സൗണ്ട് ആയിരുന്നു ഇപ്പൊ പറഞ്ഞത്? മനസ്സിലായില്ലല്ലോ. മാമുക്കായിരുന്നോ? അതാണ് ഞങ്ങളുടെ വിജയം. മനസ്സിലായില്ല. മണിച്ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദിലീപേട്ടന്റെ സിനിമ പവിട്ടേക്ക് കണ്ടോടാ. അവര് നമുക്ക് നന്നായിട്ട് പവി കെയർ ടേക്കർ ദിലീപേട്ടന് വേണ്ടി മണിച്ചേട്ടൻ തിയേറ്ററിൽ പോയി കണ്ടു. ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിൽ കണ്ടിട്ടുണ്ടാവും. കണ്ടെങ്കിൽ മണിച്ചേട്ടൻ എങ്ങനെയാണ് ദിലീപേട്ടന്റെ വീട്ടിൽ പോയി സംസാരിക്കുന്നത് ഒന്ന് പറയാം. സ്മരണ എന്ന് പറഞ്ഞാൽ ദിലീപേട്ടൻ നല്ലൊരു ഫ്രണ്ടായിരുന്നു മണിച്ചേട്ടൻ. അപ്പം ദിലീപേട്ടന്റെ സിനിമ കണ്ടു മണിച്ചേട്ടൻ. ഇപ്പൊ കൂടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൈ, എന്ത് നല്ല സിനിമയാണെന്നറിയോ?
ഒരുപാട് ചിരിപ്പിച്ചു. അങ്ങനെയല്ല, ദിലീപേട്ടന്റെ വീട്ടിൽ പോയിട്ട് കോളിബിൽ അടിച്ചിട്ട് സംസാരിക്കാനായിട്ട് അങ്ങനത്തെ ഒരു ആക്ടിങ്. അതല്ല കോളിബിലെ സൗണ്ട് ഞാൻ ചെയ്യാം. ഓണബെല്ലിന്റെ അടിച്ചോ ടിങ് ടിങ് അതന്നെ കോഴിക്കുഞ്ഞു ടിങ് ടിങ് ടിങ്. ദിലീപേട്ടൻ വന്നു, ദിലീപേട്ടൻ വന്നു. ദിലീപേട്ട സൗണ്ട് പോയി കറക്റ്റ് ദിലീപ. ഏത് ദിലീപ്? വീടിന്റെ അടുത്തുള്ള ഒരു ദിലീപില്ല, കറക്റ്റ് ദിലീപ്. അപ്പൊ ദിലീപേട്ട ഹൈ ദിലീപേട്ടന്റെ സിനിമ ഉണ്ട് പവിയേട്ടൻ വേറെ വിലല്ലേ. ദിലീപേട്ടൻ വിളിക്കില്ല, ദിലീപേട്ടൻ വിളിക്കുള്ളൂ. അന്ന് ശരി വിളിക്കാം, ഒരു ബഹുമാനമാണല്ലോ. മണിയെ പറയാ. ഹൈ നല്ല സിനിമയാ. നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര സിനിമയാ. എന്റെ പെർഫോമൻസ് മണിയെ പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നേരിട്ട് കണ്ട് സെൽഫി എടുക്കാൻ വേണ്ടി ആൾക്കാർ വരണ്ടേ, അതുപോലത്തെ സിനിമയാ. നല്ല ഒരുപാട് സന്തോഷമായി. പവിയേട്ടൻ നല്ല വിജയിച്ചു, സൂപ്പറായി, മോൻ ഇഷ്ടപ്പെട്ടേ. പവി കേട്ടേക്കർ അപ്പോൾ നോരോട് ക്ലബിൽ കയറുന്ന പൊളിക്കില്ലേ? പൊളിക്കട്ടോ. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് പെരേര അടുത്ത സൗണ്ട് എങ്ങനെയുണ്ട്? ദിലീപേണ്ട സൗണ്ട് ബെല്ലടിക്കുന്ന സൗണ്ട് ഇല്ല, അത് പൊളിയായിരുന്നു. അത് ഈ സൗണ്ട് പെരേര എടുക്കുന്ന നോക്കിയോട്ടോ. എങ്ങനെയുണ്ട്? ഞാനും ഡേഡിയും പാടുമ്പോ കൂടെ ഞാനും പാടുന്നു. ആ ഒരു സൗണ്ട് ഞാൻ മറ്റേ സൗണ്ട് ഹോം എന്ന കഥാപാത്രം തോമ നമ്മുടെ പവി കേട്ടേക്കറിന്റെ സിനിമ കാണണമെന്ന് പ്രേക്ഷകരോട് അറിയിക്കും. തോമ പറയുന്നതായിട്ട് കാണിക്കാം. ഓക്കെ. എല്ലാവരും ദിലീപിന്റെ പടം കാണാൻ വരുന്നുണ്ടോ തിയേറ്ററിലേക്ക്? കാരണം ദിലീപിന്റെ കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും ദിലീപിന്റെ കാണാൻ തിയേറ്ററിലേക്ക് വന്നോട്ടാ. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. എങ്ങനെ ടിക്കറ്റ് എടുക്കണം? ബുക്ക് മൈ ഷോയില്ലേ, ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ഓൺലൈനിൽ വന്ന് കാണണം. അത് വനിതാ തിയേറ്ററിൽ വന്ന് കാണണം കേട്ടോ. വനിതാ തിയേറ്ററിൽ എന്താ വനിതാ തിയേറ്ററിൽ? വനിതാ തിയേറ്റർ തന്നെ കാണുന്ന നിർബന്ധം? അത് കാരണം ഇവനെ കാണാൻ അല്ല, ഇത് കറക്റ്റ് ദിലീപാണോ? ദിലീപേട്ടാണോ? അതല്ലേ എങ്ങനെയുണ്ട്? ഞാൻ പറയാം. എന്റെ മോള് മീനൂട്ടിക്ക് വന്ന് കണ്ടിട്ട് കാവ്യ കുറച്ച് ദിവസം ബാംഗ്ലൂരിൽ നിന്ന് കാണും. അപ്പോ രണ്ട് ദിവസം കാണും കേട്ടോ പടം. പവിക്കാറ്റേക്ക് കാണാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വേറെ സാധനം ചെയ്യാം. നമ്മുടെ ജഗതി ചേട്ടൻ അറിയാമല്ലോട്ട് ചെയ്യുക. ഈ പെരേര എന്തായി കാണിക്കുന്നത്? എല്ലാവരുടെ സൗണ്ട് എടുക്കുന്നുണ്ട്, പക്ഷെ പെരേരയായിട്ട് ഏതോ ഒരു ഉപസാദൃശ്യമുള്ളവരുടെ സൗണ്ടാണ് തോന്നുന്നു. ഏതായാലും പെരേര ഒരു അത്യാവശ്യം ഡാൻസ് പെർഫോമറാണ്. ഈയിടെ മൈക്കിൾ ജാക്സൺ എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, പെരേരയുടെ ഡാൻസ് കണ്ട് അവിടെ ഇരുന്ന് എനിക്ക് വട്ടായത്. എല്ലാ പെർഫോമൻസ് അല്ല, ആട്ടായത്തിന്റെ മിമിക്രി ഒക്കെ കണ്ടപ്പോ എനിക്ക് പറയാനുള്ള എന്താ പറയാ, ഒരു പ്രശംസിക്കുകയാണ്. അതായത് ആട്ടായത്തിന്റെ എല്ലാ മിമിക്രി സാധനം ഉണ്ടല്ലോ, എല്ലാത്തിലും ഒരേ ശബ്ദമായുണ്ട്, കുഴപ്പമില്ല. എന്റെ ഈശ്വര, ഈ നായിന്റെ മോൻ ഇവന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത് വീട് പേരിട്ടിന്റെ മോൻ കണ്ടോ, അതിലുണ്ട്. അതെങ്ങനെ കണ്ടുപിടിച്ചു? കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. പിന്നെ നമ്മുടെ വിമൽ കുമാർ ഇങ്ങനെ കാലൊക്കെ മടക്കി ആ പെണ്ണ് ചിരിച്ചാൽ കുഞ്ഞന്റെ മനസ്സിന് ചിറകാണ് അവനോട് കറക്റ്റ് പക്കാണ്. ഇത് പക്ക, ഇത് പക്കയാ. കുഞ്ഞന്റെ സ്വത്ത് എല്ലാവരും വിളിക്കണ പേര് കുഞ്ഞന്താ. പക്ഷെ ഞാൻ ചവിട്ടി പോയത് ആശം ചെറുക്കിന് ബസ്സിന് കൂടാനും പെണ്ണിന്റെ വീട്ടുകാരെ പറഞ്ഞല്ലോ. പട്ടി ബിസ്ക്കറ്റാണോ വെറുതെ പട്ടി വരെ കുറയ്ക്കണം. ഇത് കൊള്ളാം, അത് കൊള്ളാം, അത് കൊള്ളാം, ഓ കൊള്ളാം, സൂപ്പറാണ്, അടിപൊളിയാണ്. ഫിഗർ അടിപൊളിയാ കേട്ടോ, ഫിഗർ മാത്രം അടിപൊളി. സൗണ്ട് ആ ഫിഗർ അല്ല, ഇപ്പൊ നമ്മള് വിമൽ കുമാറിന്റെ ഫിഗർ എടുത്തില്ലേ, അത് കുഞ്ഞിക്കുഞ്ഞൻ. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. തകുലട്ടെ കഴിഞ്ഞ ദിവസം ഞാനേ ഒരു പാട്ട് പാടി. ആ പാട്ടിൽ ഇവൻ ഡാൻസ് കളിച്ചു. രണ്ടുപേരും വേണമെങ്കിൽ ഒന്ന് പാടാൻ ഡാൻസ് കളിക്കും. കണ്ണീമ മണിച്ചേട്ടന്റെ പാട്ട് കേട്ടോ. ഓഡിയൻസിന് കയ്യടിയാണ് ഇവർക്ക് പ്രശ്നം. പ്രോത്സാഹിപ്പിക്കും, കൈയടിക്കുവൻ. ഇതിനുശേഷം ബിരിയാണി ഒക്കെ ഉണ്ട്. ബിരിയാണി ഉണ്ട്. ആരോടോ കഴിഞ്ഞ ഹണിറോസിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഹണിറോസിന്റെ പരിപാടിക്ക് ഞാൻ പാട്ട് പാടിയപ്പോൾ ഇദ്ദേഹം ഡാൻസ് കളിച്ചു. അത് ഭയങ്കര ഇതായി പോയി. അപ്പൊ ഞാൻ രണ്ടുപേരും പാട്ട് പാടുവാണ്, പിന്നെ ഡാൻസ്.
കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരെ എന്താണ് എന്തുപറ്റി എന്തുപറ്റി ഇത് ആഹ്വാനിച്ചു കൊണ്ടെന്നാണ്. ഇതാണോ മറ്റേ ശരി പാടിയോ? അല്ല മൂഡ് സിങ്സ് ആ ടെസ്റ്റ് ചെയ്ത ആ എന്താണത് മോതിരം നോക്കാണോ? അത് പിന്നെ പൊട്ടിക്കാം, സമയമുണ്ടല്ലോ, ഇത് കഴിഞ്ഞ് വേറെ പണിയില്ല. അപ്പൊ കണ്ണിമാങ്ങ പ്രായത്തിൽ ഡാൻസ്. കണ്ണിമാങ്ങ പ്രായത്തിൽ പിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എന്റെ പൊന്നാരെ മാമ്പഴമാകട്ടേന്ന് വെള്ളമേ പുള്ളുള്ള മിന്നുന്ന പവാട. നീ എന്ത് പരിപാടി കാണിക്കണേ? എന്ത് പരിപാടി കാണിക്കും? കാരണം ഒരാളെ പാടിക്കൊണ്ടിരിക്കുമ്പോ ഡാൻസ് കളിക്കാൻ കളിക്കേ. ഞാൻ പാടുന്നുള്ള ഞാൻ വേണ്ട വേണ്ട കുഴപ്പമില്ല വിട്ടേക്ക്. ആണോ? കുഴപ്പമില്ല അറിയാതാ. അല്ല ഞാൻ അറിയാത്തോണ്ടാണ്. കുഴപ്പമില്ലെന്ന് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന ഡാൻസ് കുഴപ്പമില്ലെന്ന് വിട്ടേക്ക്. പ്രശ്നമല്ല. പുള്ളി ഞാൻ പാട്ട് തുടങ്ങിയപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് കയറി, പിന്നെ മിമിക്രി ചെയ്തപ്പോഴേ മാഷെ പുള്ളി ഇടയ്ക്ക് ഒരു ഉണ്ടാക്കണം. അത് വിട്ടേര്. കാര്യമല്ല, പുള്ളി ഒരു ഷൈൻ ചെയ്യും. പക്വത കുറവാണ്. പക്വത കുറവെന്നല്ല പറഞ്ഞേ. ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കും, അപ്പൊ പുള്ളി ഇടയ്ക്ക് പറയും ഞാനങ്ങ് പാടാണ്. ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കണം, മനസ്സിലായോ? പുള്ളി ഒരു മിമിക്രി ചെയ്യുമ്പോ താനെ ഇടയിൽ കയറുക. അത് ശരിയല്ല. പുള്ളി കയറിയിട്ട് വേറെ സൗണ്ട് തോമാന്നൊക്കെ പറഞ്ഞുണ്ടാക്കണം ഇടയിൽ കയറി. ഇപ്പൊ നിങ്ങളെ നമുക്കൊരു ചാൻസ് തന്നല്ലോ അല്ലെ? ഞാൻ ചോദിച്ചു നിങ്ങളുടെ പേജിൽ ഒരു മിമിക്രി ഇടുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കി പലരും വിളിക്കും ഓക്കെ എന്ന് പറഞ്ഞു. അത് ഞാൻ പാടിക്കൊണ്ടപ്പോ പുള്ളി കയറിയിട്ട് ഭയങ്കര ഷൈനി. കുഴപ്പമില്ലെന്ന് വിട്ടേ. പ്രശ്നമൊന്നുമില്ല, ഞങ്ങള് ഹാപ്പിയാണ്. ഞങ്ങള് ചങ്കാണ്. അപ്പൊ ഓക്കെ ബ്രോ. പടം പൊളിച്ചു നമ്മുടെ പവിയേട്ടൻ. പറ പവിയേട്ടൻ പൊളിച്ചു സൂപ്പർ പടം. സൂപ്പർ.